ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദർശൻ. ക്രിപ്റ്റോയിലെ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്ന ബിസിനസ് ഐഡിയാസുകളും സ്ട്രാറ്റജീസുകളാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും നല്ലൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും, പിന്നെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. കാരണം അതൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, ലൈക്ക് ചെയ്യുക. ഓക്കെ, വൈ നോട്ട്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് കാണണം. ദിസ് ഈസ് എ കംപ്ലീറ്റ് ന്യൂ ഏരിയ ഫോർ ക്രിപ്റ്റോ. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും എന്റെ ഫ്രീ ആയിട്ടുള്ള വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനും ശ്രദ്ധിക്കാം. സോ യു ക്യാൻ ആസ്ക് മീ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇന്ന് നമ്മൾ രണ്ട് സെക്ഷൻ ആയിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ടൈം ഈസ് മണി ബ്രോ. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ, ഒന്ന് മാക്രോ അനാലിസിസ്, രണ്ട് എൻ്റെ പ്രോഫിറ്റ് മേക്കിംഗ്. ഓക്കെ, പ്രോഫിറ്റ് ഞാൻ എടുക്കാണ്. ഓക്കെ, ഐ എം ജസ്റ്റ് ടേക്കിംഗ് ദ പ്രോഫിറ്റ് ഔട്ട് ഫ്രം ദ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ മാക്രോ അനാലിസിസ് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരു ഡൗട്ട് ആണ്. അതായത് സ്ട്രെങ്ത് നന്നായി കുറഞ്ഞിരിക്കുകയാണ്, മാർക്കറ്റ് വീക്കൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും മാസീവ് ആയിട്ടുള്ള ഒരു ബൈങ് നടക്കുന്നുണ്ട് ഇൻ ഇത്തേറിയം, ഇൻ ബിറ്റ്കോയിൻ, ETFs. ഓക്കെ, അതുപോലെ തന്നെ അഡോപ്ഷൻ, ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞ സംഭവത്തിന്റെ അഡോപ്ഷൻ നല്ല സ്കെയിലില്, ഫാസ്റ്റ് സ്കെയിലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്ര നാളത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, റെഗുലേഷൻസ്. അത് ഫെസിലിറ്റേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ US ഗവൺമെന്റ് ആയിക്കോട്ടെ, ഈ ഹോങ്കോങ് ഗവൺമെന്റ് ആയിക്കോട്ടെ, സ്വിറ്റ്സർലാൻഡ് ആയിക്കോട്ടെ, അവർ ഫെസിലിറ്റേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, US ദാറ്റ്സ് ഗോയിങ് റിയലി ഗുഡ് അറ്റ് ഇറ്റ്. ഓക്കെ, UAE ഗവൺമെന്റും നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബേസിസ് ആയിട്ട് ബാക്കിയുള്ള കൺട്രീസുകളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അത് കാരണത്തിൽ മാക്രോ കണ്ടീഷൻസ് വളരെയധികം ഫേവറബിൾ ആണ് ഇൻ എ ലോങ് റൺ ഇൻ ദ ക്രിപ്റ്റോ. ഓക്കെ, പക്ഷെ ഷോർട്ട് റണ്ണിൽ ഇപ്പൊ മാർക്കറ്റ് ചെറിയൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. സോ എനിക്കൊരു ഷോർട്ട് പൊസിഷൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു $6,000 ഷോർട്ട് പൊസിഷൻ ആണ്, എ ക്ലാസിക് ഹെഡ്ജ് ഷോർട്ട് പൊസിഷൻസ്. ഓക്കെ, സോ ഇതൊക്കെ പറയുന്നത് ഓരോ സ്ട്രാറ്റജീസും കാര്യങ്ങളാണ്, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജീസും കാര്യങ്ങളാണ്. ഇന്ന് ഞാൻ നമ്മുടെ വീടിന്റെ സെക്കൻഡ് പാർട്ടിലോട്ട് കിടക്കാണ്. അപ്പോൾ മാക്രോ അനാലിസിസ് മനസ്സിലായി, ലോങ് റണ്ണിലോട്ട് നല്ലൊരു ക്രിപ്റ്റോ അഡോപ്ഷൻ നടക്കുന്നുണ്ട്. ഗവൺമെന്റ്സുകളൊക്കെ നല്ല എക്സ്പോഷറും കമ്പനീസും നല്ലൊരു എക്സ്പോഷറുകൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. രണ്ട്, ഷോർട്ട് ടേമിൽ ചെറിയൊരു വീക്ക്നെസ് മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. അത് 2-3 മാസത്തേക്കുള്ള ഇതാണ് ഞാൻ പ്രൊജക്ട് ചെയ്യുന്നത്. പക്ഷെ 100% സക്സസ് റേറ്റ് ഞാൻ പറയുന്നില്ല. ഒരു ട്രേഡറും 100% സക്സസ് റേറ്റ് പറയാൻ പാടില്ല, പ്രോമിസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ദേ ആർ പ്യുവർ സ്കാമേഴ്സ്. ഓക്കെ, 100% സക്സസ് റേറ്റ് ആർക്കും തന്നെ ഈ ലോകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാല് എന്റെ പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. അപ്പൊ എവിടെ നിന്നാണ് ഈ പ്രോഫിറ്റ് എന്നൊരു ചോദ്യത്തിന് ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി പൂൾ പൊസിഷൻ എന്ന് പറയും, LP പൊസിഷൻസ്. ഈ സംഭവം എന്ന് പറയുന്നത് ഒരു മഹാസാഗരമാണ്. അതിനെ പറ്റിയിട്ട് ഇനിയുള്ള വീഡിയോസിൽ ഞാൻ പറയുന്നതായിരിക്കും. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണതാണ് ഞാനിന്ന് വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് DeFi ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്, ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ആണ്. നമ്മൾ ഒരു ഇടനിലക്കാരനായിട്ട് വർക്ക് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ട്രാൻസാക്ഷൻ ഫീസുകളാണ് നമ്മുടെ ബിസിനസ്സിൽ ഏൺ ചെയ്യുന്നത്. ട്രാൻസാക്ഷൻ ഫീ, A to C ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ B ആയിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ട്രാൻസാക്ഷൻ ഫീ കളക്ട് ചെയ്യുന്നു. അതാണ് ഈ ഒരു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്, ലിക്വിഡിറ്റി പൂൾ പൊസിഷൻ. ഇത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ഡേയ്സ് ഓഫ് എക്സ്പ്ലനേഷൻസ്. ഞാൻ ഒരു കോഴ്സ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ജോയിൻ. ഇറ്റ്സ് ഓൾ അപ് ടു യു. ഓക്കെ, എന്നിരുന്നാലും ഞാൻ ഇന്നത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാണ്. ഏകദേശം ഒരു $33 ആണ് ബുക്ക് ചെയ്യുന്നത്. $33 എന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം ഒരു $90 ആണ് ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ. 86 ആണ് നമ്മുടെ INR-ലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാല്. അപ്പൊ 2838 രൂപ ഞാൻ വിഡ്രോ ചെയ്യാണ് മാർക്കറ്റിൽ നിന്ന് ഇൻ USDC. അതെന്റെ ട്രഷറിലോട്ടാണ് ഞാൻ അത് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ട്രഷർ ഹാർഡ്വെയർ വാലറ്റ്. ഓക്കെ, ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, ഹാർവെസ്റ്റ് ചെയ്യുന്നു, USDC ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ സ്ലിപ്പേജ് സംടൈംസ് ട്രാൻസാക്ഷൻസ് ഫെയിൽ ആവാൻ ചാൻസസുകളുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നെറ്റ്വർക്ക് കപ്പാസിറ്റി ആൻഡ് ഇന്റർനെറ്റ് കപ്പാസിറ്റി ആസ് വെൽ. എന്നിരുന്നാലും ഞാനിപ്പോ ഒരു 0.5 സ്ലിപ്പേജ് കൊടുത്തിട്ട് USDC-ലോട്ട് $33 വിഡ്രോ ചെയ്യാണ്. ഓക്കെ, ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഞാൻ ലൈവ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
പക്ഷെ എന്നിരുന്നാലും ചില സമയത്ത് ട്രാൻസാക്ഷൻസ് ഫെയിൽ ആവാൻ ചാൻസസുകൾ ഉണ്ട്. ഓക്കെ, സോ ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ്. ഓക്കെ, അപ്പൊ ഈ ഒരു ബിസിനസ് ഐഡിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ A to C ഒരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ മിഡിൽ മാൻ ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ്. മിഡിൽ മാന് നമ്മുടെ ട്രാൻസാക്ഷൻ ഫീ നമ്മൾ കണക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നോക്കിയെങ്കിൽ ട്രഷറിലോട്ട് ഇതാണ് എന്റെ വാലറ്റ് അഡ്രസ്. അതിലോട്ട് 32.14 USDC. ഇതാണ് ഗ്യാസ് ഫീ വരുന്നത്. ഇതാണ് പ്ലാറ്റ്ഫോം റിസീവ്ഡ് ബൈ pfat.io. ഇതൊരു അഗ്രിഗേറ്റർ ആണ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല പെട്ടെന്ന്, കാരണം ഇറ്റ്സ് കംപ്ലീറ്റ്ലി ന്യൂ ആയിരിക്കും. ചിലവർക്കൊക്കെ അറിയായിരിക്കും. പക്ഷെ ഇനിയുള്ള വീഡിയോസ് ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നതായിരിക്കും, ആൻഡ് ദ സ്ട്രാറ്റജീസ് ആസ് വെൽ. ഓക്കെ, അപ്പൊ ട്രഷറിലോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ആ ഒരു ട്രാൻസാക്ഷൻസ്. ഞാൻ ട്രഷർ ഇപ്പോൾ അൺലോക്ക് ചെയ്യാണ്. അൺലോക്ക് ചെയ്തിട്ട് നമ്മൾ അക്സെപ്റ്റ് കൊടുക്കുകയാണ്. ട്രാൻസാക്ഷൻസ് കൺഫേം കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ട്രാൻസാക്ഷൻ ഞാനിവിടെ ട്രസ്റ്റ് വാലറ്റിൽ കൺഫേം ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇവിടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് വേണമെങ്കിൽ കാണിക്കും. കാണുന്ന പോലെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നു. അതായത് 2838 രൂപ ഞാനിപ്പോൾ വിഡ്രോ ചെയ്തിരിക്കുകയാണ്. അത് നമുക്ക് കൺഫേം ചെയ്യാൻ വാലറ്റിൽ വേണമെങ്കിൽ ആക്ടിവിറ്റീസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വന്നേ റിസീവ്ഡ് 32.10 USDC ഞാനിപ്പോൾ വിഡ്രോ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഈസ് മൈ വിഡ്രോവൽ പ്രൂഫ്. ഓക്കെ, ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ, പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ പീസ് ഔട്ട്.